NEET aspirants, welcome back to Physics Wala. ഈ വീഡിയോയിൽ നമ്മൾ അനിമൽ കിങ്ഡം എന്ന് പറയുന്ന ചാപ്റ്ററിൽ എല്ലാ ഫൈലത്തിലും തന്നിരിക്കുന്ന എക്സാമ്പിൾസ് കുറച്ച് ഈസി ട്രിക്സ് ഉപയോഗിച്ച് കോഡ് ഉപയോഗിച്ച് പഠിക്കാൻ ട്രൈ ചെയ്യാണ്. അപ്പോൾ നമുക്ക് മൊത്തം 11 ഫൈലും പഠിക്കാനുണ്ട്. പക്ഷേ ആദ്യത്തെ 10 ഫൈലത്തിലെ എക്സാമ്പിൾസ് ആയിരിക്കും നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മുടെ ഒന്നാമത്തെ ഫൈലം എന്ന് പറയുന്നത് ഫൈലം പോറിഫെറ. പോറിഫെറയിൽ തന്നിരിക്കുന്ന എക്സാമ്പിൾസ് സൈക്കൺ സ്കൈഫ, സ്പോഞ്ചില്ല, ഫ്രഷ് വാട്ടർ സ്പോഞ്ച്, യു സ്പോഞ്ചിയ, ബാത്ത് സ്പോഞ്ച് ആണ്. അപ്പൊ നമ്മൾ ഇങ്ങനെയാണ് ആലോചിക്കേണ്ടത്. പൊരിവെയിലത്ത് സൈക്കോ ആയിട്ടുള്ള ഒരാള് ഫ്രഷ് ആയിട്ടുള്ള സ്പോഞ്ച് ഇല്ലാത്തത് കൊണ്ട് യൂറോപ്പിലേക്ക് ബാത്ത് ചെയ്യാൻ പോയി. അപ്പൊ ഇത്രയേ ഉള്ളൂ. പൊരിവെയിലത്ത് സ്റ്റാൻഡ്സ് ഫോർ പോറിഫെറ. സൈക്കോ ആയിട്ടുള്ള ആള്, സൈക്കോ എന്ന് പറയുമ്പോൾ സൈക്കൺ ആണ്. സ്പോഞ്ച് ഇല്ലാത്തത് കൊണ്ട്, എങ്ങനെയുള്ള സ്പോഞ്ച്? ഫ്രഷ് ആയിട്ടുള്ള സ്പോഞ്ച് ഇല്ലാത്തത് കൊണ്ട്. അപ്പൊ സ്പോഞ്ച് ഇല്ല, ഫ്രഷ് വാട്ടർ സ്പോഞ്ച്, ഫ്രഷ് ആയിട്ടുള്ള സ്പോഞ്ച് ഇല്ല. യൂറോപ്പിലേക്ക് ബാത്ത് ചെയ്യാൻ പോയി. യു സ്പോഞ്ചിയ, ബാത്ത് സ്പോഞ്ച്. ഓക്കെ, അപ്പൊ പോറിഫെറയിലാണ് ഇത്രയും ആളുകൾ വരുന്നതെന്ന് നമുക്ക് ഓർത്തിരിക്കാം. സൈക്കൺ എന്ന് പറയുന്നത് സ്കൈഫി ആണ് എന്ന് ഓർക്കാൻ വെരി സിമ്പിൾ ആണ്. കോമൺ നെയിം ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട്. കാരണം സൈക്കണിന്റെ ഫസ്റ്റ് ലെറ്റർ SYC അല്ലെ, ലെറ്റേഴ്സ് SYC ആണ് ഫസ്റ്റ് ലെറ്റേഴ്സ്. സ്കൈഫയുടെ ഫസ്റ്റ് ലെറ്റേഴ്സ് SCY എന്ന് വെച്ചാൽ ഈ രണ്ട് ലെറ്റേഴ്സും അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ഒന്ന് ഇന്റർചേഞ്ച് ചെയ്താൽ മതി. സൈക്കൺ, സ്കൈഫ എന്ന് നമുക്ക് ഓർത്തിരിക്കാം. കാരണം നമുക്ക് നീറ്റ് എക്സാമിന് ബൈ ഹാർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഓപ്ഷൻസിൽ നിന്ന് ഏതാണെന്ന് കറക്റ്റ് റെക്കഗ്നൈസ് ചെയ്താൽ മതി. അപ്പൊ വെരി സിമ്പിൾ. പൊരിവെയിലത്ത് സൈക്കോ ആയിട്ടുള്ള സൈക്കോ എന്ന് പറഞ്ഞാൽ സ്കൈഫ. സ്പോഞ്ച് ഇല്ല, ഫ്രഷ് ആയിട്ടുള്ള സ്പോഞ്ച് ഇല്ല, ഫ്രഷ് വാട്ടർ സ്പോഞ്ച്, യു സ്പോഞ്ചിയ, ബാത്ത് സ്പോഞ്ച്. യൂറോപ്പിലേക്ക് ബാത്ത് ചെയ്യാൻ പോയി, കുളിക്കാൻ പോയി. ഓക്കെ, ഇനി നമുക്ക് സെക്കൻഡ് ഫൈലം സീലൻട്രേറ്റ നോക്കാം. അപ്പം സീലൻട്രേറ്റ എന്ന് പറയുമ്പോൾ നമുക്ക് സീലടിക്കുന്ന, ഈ സീലടിക്കലില്ലേ, സീൽ ഓർക്കുക. അപ്പൊ സീലടിക്കേണ്ട ഒരു നീഡ് ഉണ്ടായിരുന്നു. സോ സീലൻട്രേറ്റ ഈസ് ഓൾസോ നോൺ ആസ് നിഡേറിയ. സീലടിക്കേണ്ട ഒരു നീഡ് ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പം സീലടിക്കേണ്ട നീഡ് ഏതൊക്കെ കാറ്റഗറിയിലാണ് വരുന്നത് നോക്കാം. ഫൈസാലിയ, പോർച്ചുഗീസ് മാൻ ഓഫ് വാർ. അഡാംസിയ, സീ അനിമോൺ. പെനേറ്റുല, സീ പെൻ. ഗോർഗോണിയ, സീ ഫാൻ. മിയാൻട്രീന, ബ്രെയിൻ കോറൽ. വെരി സിമ്പിൾ ആണ്. പോർച്ചുഗീസുകാരനായിട്ടുള്ള ഫൈസൽ പോർച്ചുഗീസ്. സോ ഫൈസാലിയ, പോർച്ചുഗീസ് മാൻ ഓഫ് വാർ. അടുത്തത് അഡാംസിയ, സി അനിമോൺ. സി അനിമോന്റെ മോൻ എടുക്കുക. അഡാംസിയയിലെ ആദം എടുക്കുക. സോ ആദം എന്ന് പേരുള്ള ഒരു മോൻ, ആദം മോൻ എന്ന് ഓർത്താൽ മതി. ഇനി അടുത്തത് പെനേറ്റുല, സീ പെൻ എന്ന് ഓർത്തിക്കാൻ സിമ്പിൾ ആണ്. പെൻ. ഓക്കെ, ഗോർഗോണിയ, സീ ഫാൻ. ഗോർജിയസ് ആയിട്ടുള്ള ഫാൻ. മിയാൻട്രീന, ബ്രെയിൻ കോറൽ. മിയാൻട്രീന എന്നുള്ളത് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. മീ ആൻഡ് റീന. എനിക്കും റീനയ്ക്കും ബ്രെയിൻ ഉണ്ട് എന്നത് ആലോചിക്കുക. ഓക്കെ, അപ്പൊ അടുത്ത ഫൈലം ടീനോഫോറ. സോ ടീനോഫോറയ്ക്ക് ഞാനൊരു അടിപൊളി കോഡ് കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പൊ ടീനോഫോറ എന്ന് പറയുമ്പോൾ ടീനോഫോറയിൽ നമുക്ക് TEN 10 കാണാൻ പറ്റൂ അല്ലെ. സോ നിങ്ങൾ നിങ്ങളുടെ 10th സ്റ്റാൻഡേർഡ് ആലോചിക്കുക. 10th സ്റ്റാൻഡേർഡ് ആണ്. അപ്പം 10th സ്റ്റാൻഡേർഡിൽ നമുക്ക് ആക്ച്വലി ഫുൾ A+ ഒക്കെ കിട്ടണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടാവും അല്ലെ. അപ്പം ഫുൾ A+ കിട്ടാൻ വേണ്ടിയിട്ട് 10th സ്റ്റാൻഡേർഡിൽ ഫുൾ A+ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കുറെ പ്ലാനിങ് നടത്തും, കുറെ ടൈം ടേബിൾ പ്ലാനിങ്സ് ഒക്കെ നടത്തും. സോ പ്ലാനാന്ന് വെച്ചാൽ കുറെ പ്ലാൻ നമ്മൾ ക്രിയേറ്റ് ചെയ്തു. പക്ഷെ 10th സ്റ്റാൻഡേർഡ് ആണ്, ടീനേജ് ഒക്കെയാണ്, കുറെ ഫ്രണ്ട്ഷിപ്പ് കൊണ്ട് നമ്മൾ ഉഴപ്പും എന്നുള്ളതല്ല. സോ കൂടുതൽ ആളുകളും 10th സ്റ്റാൻഡേർഡ് ടീനേജ് പ്ലാൻ ഒക്കെ ഉണ്ടാക്കും ഫുൾ A+ന് വേണ്ടിയിട്ട്. പക്ഷെ പലപ്പോഴും അത് ബ്രേക്ക് ആവും, ആ പ്ലാൻ അങ്ങ് ബ്രേക്ക് ആവും. സോ ടീനോഫോറ, ടീനോപ്ലാന, പ്ലൂറോ ബ്രാക്കിയ എന്ന് പറയുമ്പോൾ ബ്രേക്ക് നിങ്ങൾ ആലോചിക്കുക. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ ഫൈലം പ്ലാറ്റിഹെൽമിന്തസ്. പ്ലാറ്റിഹെൽമിന്തസ് എന്ന് പറഞ്ഞാൽ പ്ലാറ്റി സ്റ്റാൻഡ്സ് ഫോർ ഫ്ലാറ്റ് ആൻഡ് ഹെൽമിന്തസ് സ്റ്റാൻഡ്സ് ഫോർ വർംസ് അല്ലെ. ഫ്ലാറ്റ് വർംസ് ആണ്, നിങ്ങൾക്ക് അറിയാം. അപ്പൊ നിങ്ങൾ പ്ലാറ്റിഹെൽമിന്തസ് എന്ന് പറയുമ്പോൾ തന്നെ ഒരു ഫ്ലാറ്റ് ആലോചിക്കണം. ആ ഫ്ലാറ്റിൽ ആരൊക്കെയായിരുന്നു താമസിക്കുന്നത്? ഫ്ലാറ്റിൽ താമസിക്കുന്ന 2 വ്യക്തികളുടെ പേരായിരുന്നു ടീന ആൻഡ് ഫാസിൽ. ടീന എന്ന് പറയുന്നത് ടീനിയാണ്, ഫാസിയോളയാണ് ഫാസിൽ. ഓക്കെ, അപ്പൊ ഒരു ഫ്ലാറ്റില് ടീനയും ഫാസിലും കൂടെ താമസിക്കുകയായിരുന്നു. അപ്പോഴാണ് നമ്മളുടെ ഫാസിലിന് ലിവറിനൊരു അസുഖം വന്നത്. സോ ഫാസിയോല, ലിവർ ഫ്ലൂക്ക്. അപ്പൊ ടീന എന്ത് ചെയ്തു? ഫാസിലിന് ലിവറിന് അസുഖം വന്നപ്പോഴത്തേക്കും ടീന തേച്ചു. ഓക്കെ, ഒരു തേപ്പ് വെച്ച് കൊടുത്തു. ഓക്കെ, സോ ഫ്ലാറ്റില് ടീന ആൻഡ് ഫാസിലിന് ലിവർ ഡിസീസ്, ടീന അപ്പം തേച്ചു. ഓക്കെ, ഫൈൻ. ഓക്കെ, അപ്പം അങ്ങനെയാണെങ്കിൽ അടുത്ത ഫൈലം ആഷ് ഹെൽമിന്തസ് ആണ്. അപ്പൊ ആഷ് ഹെൽമിന്തസിൽ 3 എക്സാമ്പിൾസ് ആണ്. അസ്കാരിസ് റൗണ്ട് വർം, വ്യൂച്ചറേറിയ ഫിലാരിയൽ വർം, ആൻസൈലോസ്റ്റോമ എന്ന് പറയുന്നത് ഹുക്ക് വർം. ഓക്കെ, അപ്പൊ നിങ്ങള് ഒരു കാർ ആലോചിക്കുക. നമ്മുടെ ഞാൻ കാറ് വരയ്ക്കുന്നില്ല. എനിവേ ഈ കാറിന്റെ ടയറിന്റെ ഷേപ്പ് എന്താണ്? കാറിന്റെ ടയറിന്റെ ഷേപ്പ് റൗണ്ട് ആണ് അല്ലെ. അപ്പൊ കാർ റൗണ്ട്. ഓക്കെ, അസ്കാരിസ് എന്ന് പറയുമ്പോഴത്തേക്കും റൗണ്ട് ടയർ ഉള്ള കാർ. എല്ലാ കാറിനും റൗണ്ട് ടയർ ആണ്. എന്നാലും നിങ്ങൾ ആലോചിക്കുക, അസ്കാരിസ് റൗണ്ട്, കാർ റൗണ്ട് ടയർ. ഓക്കെ, അപ്പം
ഈ കാറിലിരുന്ന് റൗണ്ട് ടയറുള്ള കാറിലിരുന്നിട്ട് ആൻസി ഒരു ഹുക്കും പിടിച്ചിട്ട് ഡ്രൈവ് ചെയ്യായിരുന്നു. ഒരു ഹുക്ക് കൊളുത്തും പിടിച്ചിട്ട് ഇങ്ങനെ ഡ്രൈവ് ചെയ്യായിരുന്നു. മാത്രമല്ല ഒരു കയ്യിൽ ഹുക്ക് പിടിച്ച് ഡ്രൈവ് ചെയ്യുന്നു. അതിനോടൊപ്പം തന്നെ ആൻസി എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു? ഫിലിം വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ ഫിലാറിയ എന്ന് പറയുന്നത് ഫിലിം എന്ന് ആലോചിക്കുക, യൂച്ചറേറിയ എന്നുള്ളത് ഫിലിം വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു എന്ന് ആലോചിക്കുക. അപ്പൊ അതുകൊണ്ട് തന്നെ എന്തായി? വണ്ടി ശ്രദ്ധിച്ച് ഓടിക്കാത്തതുകൊണ്ട് ചാരത്തിൽ പോയി. ആഷ് ഹെൽമിന്തസ് ചാരത്തിൽ പോയി ചാടി. ഒരു ചാരം ഉണ്ടായിരുന്ന ഒരു സ്ഥലത്ത് പോയിട്ട് വണ്ടി ചാടി എന്ന് വിചാരിച്ചാൽ മതി. സോ ആഷ് ഹെൽമിന്തസ്, അസ്കാരിസ്, റൗണ്ട് വർം, യൂച്ചറേറിയ, ഫിലാറിയൽ വർം ആൻഡ് സൈലോസ്റ്റോമ, ഹൂക്ക് വർം. ഓക്കെ, അപ്പൊ ഈസി ആയിട്ട് ഇത് ഓർത്തിരിക്കാൻ പറ്റും എന്ന് ഞാൻ വിചാരിക്കുന്നു. നെക്സ്റ്റ് ഫൈലം അനലിഡയാണ്. ഫൈലം അനലിഡ. ഓക്കെ, അപ്പം ഫൈലം അനലിഡ എന്ന് പറയുമ്പോൾ ഇത്രയും എക്സാമ്പിൾസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ ഫൈലം അനലിഡ ആണെങ്കിലും നിങ്ങൾ അണലി എന്ന് പറയുന്ന പാമ്പിനെ കേട്ടിട്ടില്ലേ? നമ്മളെ വൈപ്പർ എന്ന് പറയുന്ന പാമ്പ്, അതിന് മലയാളത്തിൽ പല സ്ഥലത്തും അണലി എന്ന് പറയും. ഓക്കെ, അപ്പൊ ഈ അണലി പാമ്പ് കടിച്ചിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും ഫീലിംഗ്? ഭയങ്കര നീറലായിരിക്കും. പാമ്പ് കടിച്ചിട്ടുണ്ടെങ്കിൽ നീറലാണോ എന്ന് എനിക്കറിയില്ല, എന്നെ പാമ്പ് കടിച്ചിട്ടില്ല. ഓക്കെ, അപ്പൊ പാമ്പ് കടിച്ച ഒരു വ്യക്തിക്ക് ഭയങ്കര ഭയങ്കര നീറ്റലായിരുന്നു എന്ന് വിചാരിക്കുക. പക്ഷെ ഇരുട്ടത്തായിരുന്നു ഈ പാമ്പ് കടിച്ചത്, ഹിറുഡിനേറിയ. അപ്പം ഇരുട്ടത്തെ പാമ്പ് കടിച്ചു, നല്ല നീറ്റലായിരുന്നു. ഇരുട്ടത്തെ കടിച്ചത് കൊണ്ട് ബ്ലഡ് വരുന്നുണ്ടായിരുന്നു, ബ്ലഡ് സക്കിംഗ് ലീച്ച്. ഹിറുഡിനേറിയ എന്ന് പറയുന്നത് നമ്മളുടെ ചോര കുടിക്കുന്ന അട്ടയില്ലേ, അതാണ്. അപ്പം ഹിറുഡിനേറിയ, ബ്ലഡ് സക്കിംഗ് ലീച്ച്. നിങ്ങൾ ഇങ്ങനെ ഓർത്തിരുന്നാൽ മതി, ഇരുട്ടായതുകൊണ്ട് ബ്ലഡ് വന്നത് കണ്ടില്ല. ഓക്കെ, അപ്പം എനിവേ ഒന്നും കാണാൻ പറ്റുന്നില്ല, ഇരുട്ടായിരുന്നു, പാമ്പാണ് കടിച്ചത്, അണലിയാണ് കടിച്ചതെന്ന് അറിയില്ല. അപ്പൊ എന്ത് ചെയ്തു? എർത്ത് വർം, ഫെറട്ടിമ എന്നത് നമുക്ക് ഓർത്തിരിക്കാം. കുറച്ച് ഏർത്ത് എന്ന് വെച്ചാൽ മണ്ണെടുത്തിട്ട് ആ മുറിവിന്റെ മുകളിൽ പെരട്ടി. കുറച്ച് കോമഡിയാണ്. അപ്പൊ അണലിപ്പാമ്പ് കടിച്ചു, നല്ല നീറ്റിലുണ്ടായിരുന്നു, ഇരുട്ടുണ്ടായിരുന്നു, ബ്ലഡ് പുറത്തു വന്നു, പക്ഷെ ഒന്നും കാണാൻ പറ്റുന്നില്ലായിരുന്നു. അതിന്റെ മുകളിലേക്ക് കുറച്ച് ഏർത്ത് എടുത്തിട്ട് മണ്ണെടുത്തിട്ട് ഫെറട്ടിമ. ഓക്കെ, അടുത്ത നോക്കാം ഫൈലം ആർത്രോപോഡ. എക്സാമ്പിൾസ് നോക്കൂ. എക്കണോമിക്കലി ഇമ്പോർട്ടന്റ് ഇൻസെക്ട്സ് ഉണ്ട്, വെക്ടേഴ്സ് ഉണ്ട്, ഗ്രിഗേറിയസ് പെസ്റ്റ് ഉണ്ട്, ലിവിങ് ഫോസിൽ ഉണ്ട്. ഓക്കെ, അപ്പൊ ആർത്രോപോഡ എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾ ഭയങ്കര ആർത്തി ആലോചിക്കണം. ഒരു വ്യക്തിക്ക് ഭയങ്കര ആർത്തിയായിരുന്നു, എല്ലാത്തിനോടും ആർത്തിയാ. അപ്പൊ എന്തിനോടൊക്കെ ആർത്തി? ആർത്രോപോഡയിലാണ് വരുന്നത് എപ്പിസ്, ഹണിബി. എപ്പിഫിസിനോട് ഭയങ്കര ആർത്തിയായിരുന്നു. എപ്പിഫിസിന് ഭയങ്കര ഹണിയുടെ ടേസ്റ്റ് ആണ് എന്നാണ് ഇയാൾ പറയുന്നത്, ഈ ആർത്തിയുള്ള ആള് പറയുന്നത്. അതുകൊണ്ടാണ് ഇയാൾക്ക് എന്നോട് ഭയങ്കര ആർത്തി. പിന്നെ ബോംബിക്സ്, സിൽക്ക്വാം, അതായത് നമുക്ക് സിൽക്ക്, ബോംബെ സിൽക്ക് എന്നൊക്കെ പറഞ്ഞ കാറ്റഗറി ഓഫ് സിൽക്ക് ഉണ്ടെന്ന് അറിയാം. അപ്പൊ ബോംബിക്സ്, സിൽക്ക്വാം, ബോംബെ സിൽക്ക് എന്ന് ആലോചിക്കുക. ലാക്സിഫർ, ലാക്ക് ഇൻസെക്ട് ഓർക്കാൻ എളുപ്പമാണ്, ലാക്ക്. അപ്പൊ ഈ ലാക്ക് എന്നുള്ളത് ലക്ഷങ്ങൾ. അപ്പൊ ആർത്തിയുള്ള ആൾക്ക് എപ്പിഫിസിനോട് ആർത്തിയായിരുന്നു, ബോംബെ സിൽക്കിനോട് ആർത്തിയായിരുന്നു, ലക്ഷങ്ങൾ, ലാക്സിനോട്, പൈസനോട് ഭയങ്കര ആർത്തിയായിരുന്നു. ഓക്കെ, ഇനി ഇതിൽ തന്നെ വരുന്നതാണ് വെക്ടേഴ്സ്. വെക്ടേഴ്സിൽ നമ്മൾ 3 കാറ്റഗറി ഓഫ് മോസ്കിറ്റോസ്, അനോഫിലസ്, ക്യൂലെക്സ് ആൻഡ് ഈഡിസ് മോസ്കിറ്റോ ആണ് ഓർത്തിരിക്കേണ്ടത്. അപ്പൊ സിമ്പിൾ ആയിട്ട് ഈ മോസ്കിറ്റോസ് വെക്ടേഴ്സ് നമുക്ക് ഇങ്ങനെ ആലോചിക്കാം. ക്യൂ നിൽക്കുകയായിരുന്നു, അപ്പൊ ഒരു ആന വന്ന് ഇടിച്ചു. ഓക്കെ, അപ്പൊ ക്യൂലെക്സ്, അനോഫിലസ്, ഈഡിസ്. അപ്പൊ വേണേ മോസ്കിറ്റോ കുത്തി എന്നും കൂടെ ആലോചിച്ചിട്ടുണ്ടെങ്കിൽ മോസ്കിറ്റോസിനെയാണ് ഉദ്ദേശിച്ചത്, വെക്ടേഴ്സിനെയാണ് ഉദ്ദേശിച്ചത്, നമുക്ക് ഓർത്തിരിക്കാം. ഗ്രിഗേറിയസ് പെസ്റ്റ്, ലോക്കസ്റ്റ. ഗ്രിഗേറിയസ് പെസ്റ്റ്, ലോക്കസ്റ്റ നമുക്ക് ഇങ്ങനെയൊക്കെ ആലോചിക്കാം. ഗ്രിഗേറിയസ് എന്ന് പറയുമ്പോൾ ഗ്രീക്ക് ആലോചിക്കാം, ലോക്കസ്റ്റ എന്ന് പറയുമ്പോൾ ഈ മാലയുടെ ലോക്കറ്റ് ഇല്ലേ, ലോക്കറ്റ് ആലോചിക്കാം. അപ്പൊ നമ്മുടെ ഗ്രീക്ക് അല്ലെങ്കിൽ ഗ്രീക്ക് എന്ന് പറയാൻ പറ്റില്ല. ഓക്കെ, അപ്പം ഗ്രീക്ക് സംസാരിക്കുന്ന ഒരാൾ കൊണ്ടുവന്ന ലോക്കറ്റ്, അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ ആലോചിക്കുക. അല്ലെങ്കിൽ ഇങ്ങനെ ആലോചിക്കാം, ഗ്രിഗർ ജോഹൻ മെൻഡൽ, നമ്മുടെ ഗ്രിഗർ ജോഹൻ മെൻഡൽ ജീനിന്റെ ലോക്കസ്, ജീൻസ് ഇരിക്കുന്ന പൊസിഷൻ, അതിനെ ലോക്കസ് എന്ന് ഡിഫൈൻ ചെയ്തൂലെ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ച് ആലോചിക്കുക. എനിവേ ഗ്രിഗേറിയസ് പെസ്റ്റ്, ലോക്കസ്റ്റ്. ഓക്കെ, ഇനിയിപ്പോ ലിവിങ് ഫോസിൽ ലിമുലസ് ആണ്, കിങ് ക്രാബ്. അപ്പം ക്രാബ് എന്ന് പറയുന്നത് നമുക്കറിയാം ഞണ്ട് അല്ലെ. ലിമുലസിൽ നിന്ന് നമ്മൾ ലൈം ആലോചിക്കുക. ഓക്കെ, അപ്പൊ ക്രാബും ലൈമും ലിവിങ് ഫോസിൽ. ജസ്റ്റ് ഈ രണ്ടെണ്ണം നിങ്ങൾ എങ്ങനെയെങ്കിലും ഒക്കെ ആലോചിക്കുക. ഇനി അടുത്ത ഫൈലം എന്ന് പറയുന്നത് ഫൈലം മൊലസ്കി ആണ്. മൊലസ്കിന്റെ അണ്ടറിൽ വരുന്ന എക്സാമ്പിൾസ്: പൈല ആപ്പിൾ സ്നേൽ, പിങ്ക്റ്റഡ പേൾ ഓയിസ്റ്റർ, സെപ്പിയ കട്ടിൽ ഫിഷ്, ലോലിഗോ സ്ക്വിഡ്, ഒക്ടോപസ് ഡെവിൽ ഫിഷ്, അപ്ലേസിയ സീ ഹെയർ, ഡെൻഡാലിയം ടസ്ക് ഷെൽ ആൻഡ് കീറ്റോപ്യൂറ കൈറ്റൻ. ഇത് നമ്മൾ ചുമ്മാ പഠിക്കാൻ നോക്കുകയാണെങ്കിൽ ഭയങ്കര കൺഫ്യൂഷൻ ആവും. അപ്പൊ ഞാൻ കുറച്ച് കോഡ് പറഞ്ഞുതരാം, ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്ന ആളുകൾക്ക് ഇത് ഉപയോഗിച്ച് പഠിക്കാം കേട്ടോ. അപ്പം നമ്മൾ പൈനാപ്പിൾ എന്ന് പറയും, കൈതച്ചക്ക പൈനാപ്പിൾ എന്ന് പറയും. ആ ജസ്റ്റ് ഇങ്ങനെ മാറ്റി എന്ന് പറയൂ, പൈലാപ്പിൾ. അപ്പൊ പൈല ആപ്പിൾ സ്നേൽ. പിങ്ക്റ്റഡ പേൾ ഓയിസ്റ്റർ, നിങ്ങൾക്ക് അറിയാം നമ്മളുടെ പേൾ ഇല്ലേ, മുത്ത്. അപ്പൊ ഈ മുത്ത് ഉപയോഗിച്ച് നമ്മൾ മാല കോർക്കുകയാണെങ്കിൽ അതിന്റെ ഉള്ളിൽ കൂടെ ത്രെഡ് ഇടണം അല്ലെ. ത്രെഡ് ഇടണമെങ്കിൽ ആ മാലയുടെ ഉള്ളിൽ ഹോൾ വേണം. അപ്പൊ പിന്ന് വെച്ചിട്ട് ഒരു ഹോൾ ക്രിയേറ്റ് ചെയ്തു. അപ്പൊ പിങ്ക്റ്റഡ പേൾ ഓയിസ്റ്റർ, പേളിന്റെ ഉള്ളിൽ പിന്ന് വെച്ചിട്ട് ഒരു ഹോൾ ഇട്ടു എന്ന് വിചാരിക്കുക.
സെപ്പിയ കട്ടിൽ ഫിഷ്. ഓക്കെ, സെപ്പിയ എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്താ ആലോചിക്കണം? സോപ്പ് ആലോചിക്കണം. നമ്മുടെ സോപ്പില്ലേ, ഇങ്ങനെയുള്ള സോപ്പ്, നമ്മള് എന്താ പറയാ, ചന്ദ്രിക, റെക്സോണ, അങ്ങനെയൊക്കെ പറയുന്ന സോപ്പില്ലേ, അപ്പൊ ആ സോപ്പ് കട്ട് ചെയ്തു, സോപ്പ് ഇങ്ങനെ കട്ട് ചെയ്തു, മുറിച്ചു. ഓക്കെ, അപ്പം സെപ്പിയ കട്ടിൽ ഫിഷ്. ലോലിഗോ സ്ക്വിഡ്, സ്ക്വിഡിന്റെ ലോലിപോപ്പ് എന്ന് ആലോചിച്ചാൽ മതി. ലോലിഗോ സ്ക്വിഡ്. ഓക്കെ, ഒക്ടോപസ് ഡെവിൽ ഫിഷ്. നമ്മള് സാധാരണ ഒക്ടോബർ അല്ല നമ്മള് എന്താ പറയാ ഹാലോവീൻ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുക, പക്ഷെ നിങ്ങൾ ജസ്റ്റ് ആലോചിക്കുക ഒക്ടോബർ ഡെവിൾസിന്റെ മന്താണ്. ഒക്ടോബർ ഡെവിൾസിന്റെ മന്താണ്. അപ്പൊ ഒക്ടോപസ് ഡെവിൽ ഫിഷ് എന്ന് ആലോചിക്കുക. അപ്ലേസിയ സീ ഹെയർ, നമ്മളുടെ ഹെയർ, സീ ഹെയർ സ്പെല്ലിംഗ് ഡിഫറെന്റ് ആണ്, എന്നാലും പ്രൊനൗൺസ് ചെയ്യുന്ന ഇങ്ങനെ ആലോചിക്കുക. ഹെയറിന്റെ മുകളിൽ എന്തോ അപ്ലൈ ചെയ്തു, എന്തോ ക്രീമോ സിറമോ എന്തെങ്കിലും അപ്ലൈ ചെയ്തു എന്ന് ആലോചിച്ചാൽ മതി. സോ അപ്ലേസിയ സീ ഹെയർ. ഓക്കെ, ഇനി അടുത്തത് ഡെൻഡാലിയം ടസ്ക് ഷെൽ. ഓക്കെ, ഡെൻഡാലിയം എന്ന് പറയുമ്പോൾ നമ്മുടെ ടീത്തുമായി റിലേറ്റ് ചെയ്ത എന്തോ ഒന്നാണ്. അപ്പൊ നമ്മുടെ ടീത്ത്, ഡെന്റൽ ടീത്ത് എന്ന് പറയുന്നത് ഷെല്ല്, ടസ്ക് ഷെല്ല് പോലെ ഇരിക്കുന്ന ഒരു വസ്തുവാണ്. കീറ്റോ പ്ലൂറ കൈറ്റൻ, കീറ്റോ രണ്ടും ഓർത്തിരിക്കാൻ ഈസി ആണ്. ആൻഡ് നെക്സ്റ്റ് വൺ ഫൈലം എക്കൈനോഡെർമേറ്റ. എക്കൈനോഡെർമേറ്റ ആസ്റ്റീരിയ സ്റ്റാർ ഫിഷ്. അപ്പം ആസ്റ്റീരിയ സ്റ്റാർ ഓർക്കാൻ എളുപ്പമാണ്. എസ്റ്റിയർ സ്റ്റാർ അല്ലെ, ആസ്റ്റീരിയ സ്റ്റാർ ഫിഷ് എന്ന് ഓർക്കാൻ എളുപ്പമാണ്. എക്കൈനസ് സീ ഏർച്ചിൻ. ഓക്കെ, അപ്പം ചിന്നുവിന്റെ ചിൻ സ്പെൽ എക്കൈനസ് എന്നാണ് നമ്മൾ വായിക്കുക, പക്ഷെ എന്നാലും ചിന്നുവിന്റെ ചിൻ എന്ന് ആലോചിച്ചാൽ മതി. എക്കൈനസ് സീ ഏർച്ചിൻ. ഓക്കെ, ആന്റിനോൺ സീ ലില്ലി എന്ന് പേരുള്ള ഒരു ലില്ലി ആന്റി എന്ന് ആലോചിക്കുക. ഇനി അടുത്തത് കുക്കുമറിയ സീ കുക്കുംബർ. കുക്കും ഈസി ആണ്. ഒഫ്യൂറ ബ്രിട്ടിൽ സ്റ്റാർ നമുക്ക് ഇങ്ങനെ ആലോചിക്കാം. ഓഫറിന് കിട്ടിയ ഒരു സ്റ്റാർ നമ്മൾ വാങ്ങുമായിരുന്നു, പക്ഷെ ഓഫറിൽ ആ സ്റ്റാർ കിട്ടി. ഓഫറിൽ കിട്ടിയത് കൊണ്ട് തന്നെ കുറച്ച് ഡ്യൂപ്ലിക്കേറ്റ് ആയിരുന്നു, അതുകൊണ്ട് അത് പൊട്ടിപ്പോയി. ബ്രിട്ടിൽ സ്റ്റാർ ആയിരുന്നു, ഓഫറിന് കിട്ടിയത് കൊണ്ട് വേഗം പൊട്ടിപ്പോകുന്ന ടൈപ്പ് സ്റ്റാർ ആയിരുന്നു. ഓക്കെ, ആൻഡ് നമ്മുടെ ലാസ്റ്റ് ഫൈലം ഹെമികോഡേറ്റ. ലാസ്റ്റ് ഫൈലം അല്ല, നമ്മൾ കോഡ് ഉപയോഗിച്ച് പഠിക്കുന്ന ലാസ്റ്റ് ഫൈലം ആണ് ഫൈലം ഹെമികോഡേറ്റ. അപ്പൊ രണ്ട് എക്സാമ്പിൾസ് ആണ്, ബലാനോഗ്ലോസസ് ആൻഡ് സാക്കോഗ്ലോസസ്. ഇത് അക്കോൺ വേം എന്നും ടങ് വേം എന്നും എന്ന പേരിലും കൂടി ഇവർ അറിയപ്പെടുന്നു. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ ആലോചിക്കാം, ബാലൻ എന്ന പേരിൽ ഉള്ള ഒരാള് തലയിൽ ചാക്കും ചുമന്നുകൊണ്ട് പോവായിരുന്നു. അപ്പൊ ഈ ബാലൻ നാക്ക് പുറത്തിട്ട് ഈ ചാക്ക് ചുമന്നുകൊണ്ട് പോവായിരുന്നു. ഈ ചാക്കിന്റെ ഉള്ളിൽ നിറച്ചും കോണായിരുന്നു, നമ്മുടെ ചോളമില്ലേ. ഓക്കെ, അപ്പൊ വെരി സിമ്പിൾ. ബാലൻ എന്ന് പറഞ്ഞ ആള് ടങ്ക് പുറത്തിട്ട് ഒരു സാക്കിൽ കോണുമായിട്ട് നടക്കുന്നു. സോ ബലാനോഗ്ലോസസ്, സാക്കോഗ്ലോസസ്, അക്കോൺ വേം ആൻഡ് ടങ് വേം. ഓക്കെ, അപ്പം ആക്ച്വലി ഇനി നമുക്ക് ഫൈലം കോഡേറ്റ, അതിന്റെ സബ് ഫൈലം ക്ലാസ്സുകൾ, അതിലൊക്കെ കുറെ എക്സാമ്പിൾസ് പഠിക്കാനുണ്ട്. അപ്പൊ ഇനിയുള്ള എക്സാമ്പിൾസും നിങ്ങൾക്ക് എന്തെങ്കിലും ഈസി ട്രിക്സ് വെച്ചിട്ട് പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇനി നമ്മൾ അതിന്റെ നെക്സ്റ്റ് വീഡിയോ ചെയ്യും. സോ അങ്ങനെയുള്ള വീഡിയോ വേണമെന്ന് ആഗ്രഹമുള്ള കുട്ടികളെ ഇതിന്റെ താഴെ കമന്റ് ചെയ്യുക. ആൻഡ് ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ അതും നിങ്ങൾ കമന്റ് ചെയ്യുക. അപ്പൊ ഇതേപോലെ ബാക്കി എല്ലാ ചാപ്റ്റേഴ്സിലെയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈസി ആയിട്ട് പഠിക്കാം. സോ എല്ലാവരും അടിപൊളിയായിട്ട് പഠിക്കാം. 2026 നീറ്റ് എക്സാം നമുക്ക് ഒരുമിച്ച് ക്രാക്ക് ചെയ്യാം. താങ്ക്